ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. പുതിയ പ്രഭാതത്തിനായി നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഇന്നത്തെ വായനാഭാഗം യിരെമ്യാ പ്രവചനം 9 മുതൽ 12 വരെയുള്ള അധ്യായങ്ങളാകുന്നു. ഇന്നത്തെ ചിന്തയ്ക്കായി യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 10-ാം അധ്യായം 10-ാം വാക്യം. യഹോവയോ സത്യദൈവം, അവൻ ജീവനുള്ള ദൈവവും ശാശ്വത രാജാവും തന്നെ. അവൻ്റെ ക്രോധത്താൽ ഭൂമി നടുങ്ങുന്നു, ജാതികൾക്ക് അവൻ്റെ ഉഗ്രകോപം സഹിപ്പാൻ കഴിയുകയുമില്ല. യിരെമ്യാ പ്രവാചകനിലൂടെ ദൈവം നൽകുന്ന ശ്രേഷ്ഠമായ അരുളപ്പാടാണ് ഇന്നത്തെ വായനാഭാഗത്ത് നമ്മൾ കാണുന്നത്. സത്യദൈവവും മിഥ്യാമൂർത്തികളും തമ്മിലുള്ള വ്യത്യാസത്തെ ഇവിടെ വളരെ വ്യക്തമായി വിവരിച്ചിരിക്കുകയാണ് ചെയ്യുന്നത്. യഹോവയായ ദൈവം നിസ്തുലനാണ്, അവൻ ശാശ്വത രാജാവാണ്. അതിനാൽ അവന് പകരമായി നിൽക്കുവാനോ തുല്യത കൽപ്പിക്കുവാനോ മറ്റൊന്നിനും കഴിയുകയില്ല എന്ന് വളരെ ശക്തമായി പ്രവാചകൻ ഇവിടെ പറയുന്നു. ഈ ദൈവം ഇസ്രായേൽ ജനതയുടെ മാത്രമല്ല, എല്ലാ ജനത്തിൻ്റെയും അഥവാ അഖിലാണ്ടത്തിൻ്റെ ദൈവമാണ്. അതിനാൽ അന്യ ദൈവങ്ങളുടെ പിന്നാലെ അഞ്ഞടുക്കുന്നവർ ഇത് ഓർത്തിരിക്കേണ്ടത് ആവശ്യമാകുന്നു എന്ന് യിരെമ്യാ പ്രവാചകൻ പറയുന്നു. ഈ ഭാഗത്ത് നിന്ന് 2 ചിന്തകൾ പങ്കുവെക്കാം. ഒന്നാമതായിട്ട്, യഥാർത്ഥ വഴിയിലൂടെ പ്രയാണം ചെയ്യുന്നവരാകുക. യഹോവയായ ദൈവം നമുക്ക് കാണിച്ചു തരുന്ന വഴിയാണ് സത്യത്തിൻ്റേത്. അല്ലാത്ത വഴികൾ നമ്മെ കൊണ്ടുചെന്നെത്തിക്കുന്നത് അപകടത്തിലേക്ക് ആയിരിക്കും. 10-ാം അധ്യായത്തിൻ്റെ 2-ാം വാക്യത്തിൽ നമുക്ക് അതാണ് കാണുവാനായിട്ട് കഴിയുന്നത്. ജാതികളുടെ വഴി പഠിക്കരുത്, ആകാശത്തിലെ ലക്ഷണങ്ങൾ കണ്ട് ഭ്രമിക്കരുത്. ജാതികളല്ലോ അവ കണ്ട് ഭ്രമിക്കുന്നത് എന്ന് പറയുന്നു. പ്രകൃതിയിലും ആകാശത്തിലും ഉണ്ടാകുന്ന ലക്ഷണങ്ങളെ കണ്ട് പരിഭ്രമിക്കുന്നവരായി തീരരുത് എന്ന് പറയുന്നു. കാരണം സകലത്തിൻ്റെയും സൃഷ്ടാവും ശാശ്വത രാജാവുമായിരിക്കുന്ന ദൈവത്തിലാണ് നാം ആശ്രയവും അഭയവും കണ്ടെത്തേണ്ടത്. മരം കൊണ്ട് നിർമ്മിക്കുന്ന മിഥ്യാമൂർത്തികളെ ജനം ചുമന്നുകൊണ്ടു പോവുകയും അവയെ ആരാധിക്കുകയും കഴിയുന്നു. എന്നാൽ അവയ്ക്ക് നമ്മെ സഹായിക്കുവാനോ നമുക്ക് വേണ്ടി ഒന്നും പ്രവർത്തിക്കുവാനോ കഴിയുന്നില്ല. ഇപ്രകാരമുള്ള മിഥ്യാമൂർത്തികളെ കാട്ടി നമ്മെ ഭയപ്പെടുത്തുവാനോ ആരാധിക്കുവാനോ ഉള്ള ശ്രമങ്ങൾ മറ്റുള്ളവർ നടത്തിയേക്കാം. എന്നാൽ യഥാർത്ഥ വഴിയായ സത്യത്തെ തിരിച്ചറിയുവാനും അതിൽ മുന്നേറുവാനും നമുക്ക് ഓരോരുത്തർക്കും സാധിക്കണം. രണ്ടാമതായിട്ട്, നമ്മോടൊപ്പം സഞ്ചരിക്കുന്ന ദൈവം. മിഥ്യാമൂർത്തികളെ മറ്റുള്ളവർ ചുമന്നുകൊണ്ട് പോകണം. എവിടേക്ക് പോകണമെങ്കിലും ചുമന്നു കൊണ്ടുപോകണം. കാരണം അവയ്ക്ക് സ്വയമായി സഞ്ചരിക്കുവാനായിട്ട് സാധിക്കുകയില്ല. എന്നാൽ നമ്മുടെ ദൈവം ജീവനുള്ളവനാണ്, ഇന്നും ജീവിക്കുന്നവനാണ് നമ്മുടെ ദൈവം. നമ്മുടെ യഹോവ നമ്മോടൊപ്പം സഞ്ചരിക്കുന്നവനാണ്. അവൻ നമ്മെ ഉള്ളം കരങ്ങളിൽ വഹിക്കുന്നവനാണ്. അതിനാൽ സകലത്തെയും തൻ്റെ വാക്കാൽ സൃഷ്ടിച്ച് നമ്മെ തൻ്റെ കരവിരുതിനാൽ നിർമ്മിച്ച ആ ദൈവത്തിൽ നമുക്ക് ആശ്രയിക്കാം. ഈ പ്രഭാതത്തിൽ നമുക്ക് നമ്മെ തന്നെ ഒന്ന് ശോധന ചെയ്യാം. എൻ്റെ ജീവിതത്തിൽ എവിടെയെങ്കിലും കുറവുകൾ സംഭവിച്ചിട്ടുണ്ടോ? യഥാർത്ഥ വഴിയിലൂടെ പ്രയാണം ചെയ്യുവാനായിട്ട് എനിക്ക് കഴിയാതെ പോയിട്ടുണ്ടോ? നമ്മുടെ ഏത് ജീവിത സാഹചര്യങ്ങൾക്കുള്ളിലും നമ്മോടൊപ്പം സഞ്ചരിക്കുന്ന ആ ദൈവത്തെ ആശ്രയമാക്കിക്കൊണ്ട് നമുക്ക് തുടർന്നും ജീവിക്കാം. അതിന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ ഏവരെയും സഹായിക്കുമാറാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയ കർത്താവേ, ഒരു പുതിയ ദിവസം കൂടെ ഞങ്ങളുടെ ജീവിതത്തിൽ തന്നതിനായിട്ട് നന്ദി പറയുന്നു. വഴിയും സത്യവും ജീവനുമാകുന്ന അങ്ങയെ തിരിച്ചറിയുവാനും ഞങ്ങളോടൊപ്പമുള്ള അവിടുത്തെ സാന്നിധ്യത്തെ മനസ്സിലാക്കിക്കൊണ്ട് അനുദിനവും ഈ ലോകത്തിൽ ജീവിപ്പാൻ ഞങ്ങളെ ഏവരെയും ഇടയാക്കണമെന്ന് യേശുവിൻ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കണമേ. ആമേൻ.